ഇനി 1/3 വിഭാഗം ആൾക്കാർ അവർ പൂർണ്ണമായിട്ട് റിക്കവർ ചെയ്യും. പലപ്പോഴും OP-യിൽ അവർ വരുമ്പോൾ നമുക്ക് അവർ എന്തിനാ വന്നതെന്ന് പോലും ഞങ്ങൾക്ക് തന്നെ ചിലപ്പോൾ തിരിച്ചറിയാൻ സാധിക്കാതെ വരും. നമസ്കാരം സർ. സർ, ഈ റീസെൻ്റ്ലി എൻ്റെ ഒരു ബന്ധു ആൾ സ്ട്രോക്ക് വന്ന് വീണു, പാരലൈസ്ഡ് ആയി. അപ്പം ഇനിയിപ്പോൾ ട്രീറ്റ്മെൻറ്റ് പോസിബിൾ അല്ല, ആൾക്ക് ഇച്ചിരി ഏജിലാണ്, അപ്പോൾ ട്രീറ്റ്മെൻറ്റ് പോസിബിൾ അല്ല എന്ന് പറയുന്നത് കേട്ടു. അതിലെന്തുമാത്രം വാസ്തവമുണ്ട് സർ? ഇപ്പോൾ സ്ട്രോക്ക് വന്നിട്ട് എത്ര കാലമായെന്നാ പറഞ്ഞത്? 2 months ആയിട്ട്. സ്ട്രോക്കിൻ്റെ റിക്കവറി പലപ്പോഴും സ്ട്രോക്കിൻ്റെ തീവ്രത, എത്ര വലിയ സ്ട്രോക്ക് ആണെന്നുള്ളതനുസരിച്ച് ഒരു ഘടകം. രണ്ടാമത്തെ തീർച്ചയായിട്ടും ഏജ് ഒരു ഘടകമാണ്. പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം പേഷ്യൻ്റെ മോട്ടിവേഷനും ഫാമിലിയുടെ സപ്പോർട്ടും. ഇത് വളരെ പ്രധാനപ്പെട്ട 2 ഘടകങ്ങൾ. ഇവയെല്ലാം ചേർന്നാൽ മാത്രമേ ഒരു സ്ട്രോക്ക് റിക്കവറി സാധ്യമാവത്തുള്ളൂ. എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് തോന്നിയ കാര്യം, സ്ട്രോക്ക് വന്ന 100 പേരെ എടുത്താൽ അതിൽ 3 വിഭാഗം ആൾക്കാർക്ക് വളരെ തീവ്രമായ സ്ട്രോക്ക് വരികയും ഒന്നുകിൽ മരണപ്പെടുകയോ അല്ലെങ്കിൽ ബെഡ് റിഡൺ ആവുകയോ ചെയ്യും. അവർക്ക് നമുക്ക് നഴ്സിംഗ് കെയർ, സപ്പോർട്ടീവ് കെയർ മാത്രമേ പലപ്പോഴും കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി 1/3 വിഭാഗം ആൾക്കാർ അവർ പൂർണ്ണമായിട്ട് റിക്കവർ ചെയ്യും. പലപ്പോഴും OP-യിൽ അവർ വരുമ്പോൾ നമുക്ക് അവർ എന്തിനാ വന്നതെന്ന് പോലും ഞങ്ങൾക്ക് തന്നെ ചിലപ്പോൾ തിരിച്ചറിയാൻ സാധിക്കാതെ വരും. അത്രയ്ക്കും കംപ്ലീറ്റ് റിക്കവറി വരുന്ന 3 വിഭാഗം ആൾക്കാർ. ഇനി വരുന്ന 1/3 ആൾക്കാർക്കാണ് പലപ്പോഴും ചെറിയ ചെറിയ ഡിസബിലിറ്റികളും ബുദ്ധിമുട്ടുമായിട്ട് ജീവിക്കുന്നത്. യൂഷ്വലി അവർക്ക് നല്ലൊരു സപ്പോർട്ടീവ് ഫിസിയോതെറാപ്പി കൊടുത്താൽ അത് റിക്കവർ ചെയ്യാൻ നമുക്ക് സാധിക്കും. പലപ്പോഴും ഒരു 3 to 6 months ഒരു ഗോൾഡൻ ടൈമാണ്. ആ ടൈമിൽ ഏറ്റവും അഗ്രസീവായിട്ട് നമ്മൾ ചെയ്യണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഈവൻ എൻ്റെ പല പേഷ്യൻസും 6 months-ലും 1 year നടക്കാത്ത പലരും 2 years ആയപ്പോൾ നടന്നു വന്നതുകൊണ്ട് 2 years ഒരു ഇമ്പോർട്ടൻറ്റ് മൈൽ സ്റ്റോൺ. 2 years ആകുമ്പോൾ ആണ് എനിക്ക് ഈ ഒരു മൊത്തമുള്ളൊരു മാറ്റം, നല്ലൊരു ശതമാനം ആൾക്കാർക്ക് നല്ലൊരു ചേഞ്ച് വന്നത് 2 years ആകുമ്പോൾ. അതുകൊണ്ട് ഈ സമയത്ത് നിരുത്സാഹപ്പെടാതെ തുടർച്ചയായിട്ട് എക്സസൈസും കൃത്യമായ മരുന്നും ഡോക്ടർ നിർദ്ദേശിച്ച് കഴിക്കാൻ പറയുന്നതായിരിക്കും നല്ലത്.